ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 42. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടപ്യാഹമിദം കൃഷ്ണം മേകാംശേന സ്ഥിതോ ജഗത്. വിവർത്തനം. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ടെന്തു വേണം? എൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഭാവാർത്ഥം: ഈ ഭൗതിക ലോകത്തിലെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ പ്രവേശിക്കുന്ന പരമാത്മാവ് പരമപുരുഷനെ പ്രതിനിധീകരിക്കുന്നു. എപ്രകാരമാണ് എല്ലാം വെവ്വേറെ ഐശ്വര്യത്തോടുകൂടി നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. കൃഷ്ണൻ പരമാത്മസ്വരൂപിയായി അവയിൽ ഉൾപ്പൂകി ഭൂതജാലങ്ങളെ നിലനിർത്തുന്നുവെന്നറിഞ്ഞാൽ മതി. ഏറ്റവും വലിയ ജീവസത്തയായ ബ്രഹ്മാവ് മുതൽക്ക് നെയ്യുറുമ്പ് വരെ ഏത് ജീവാത്മാവിനെയും പുലർത്തിപ്പോരുന്നത് അവരിൽ അന്തർഗതനായ ഭഗവാൻ തന്നെ. ഏതു ദേവനെ ആരാധിച്ചാലും പരമപദത്തിൽ അഥവാ ഭഗവാനിൽ എത്തിച്ചേരാമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ദേവശ്രേഷ്ഠന്മാരായ ബ്രഹ്മാവിനും ശിവനും കൂടി ഭഗവത് വിഭൂതികളുടെ ചെറിയൊരംശത്തിൻ്റെ പ്രാതിനിധ്യമേയുള്ളൂ എന്നതിനാൽ ഈ ശ്ലോകത്തിൽ ദേവതകളെ ആരാധിക്കുന്നത് പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുന്നു. കൃഷ്ണനാണ് ഏവരുടെയും ഉദ്ഭവസ്ഥാനം. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല. അദ്ദേഹം അസമൂർധ്വനാണ്. അവിടുത്തേക്കാൾ ശ്രേഷ്ഠനോ അദ്ദേഹത്തോട് തുല്യനോ ആയി ആരുമില്ല. കൃഷ്ണനെ ദേവന്മാരോട് ബ്രഹ്മാവോ ശിവനോ ആകട്ടെ തുല്യനായി കരുതുന്നവർ ഉടൻ തന്നെ അവിശ്വാസിയായി ഭവിക്കും എന്നാണ് പത്മപുരാണം പറയുന്നത്. ഭഗവത് ശക്തിയുടെ വിഭൂതികളുടെയും വിസ്തരണങ്ങളുടെയും വിവരണം സശ്രദ്ധം പഠിച്ചാൽ ശ്രീകൃഷ്ണന്റെ സ്ഥാനമെന്തെന്ന് സംശയലേശമന്യേ പൂർണ്ണമായി ഗ്രഹിക്കാനും അദ്ദേഹത്തിൽ മനസ്സ് ഏകാഗ്രമായി ഉറപ്പിക്കാനും കഴിയും. തൻ്റെ ഭാഗിക പ്രതിനിധിയും സർവാന്തര്യാമിയുമായ പരമാത്മാവിൻ്റെ രൂപത്തിൽ കൃഷ്ണൻ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു. അതിനാൽ വിശുദ്ധ ഭക്തൻ സേവനോത്സുകനായി കൃഷ്ണാവബോധത്തിൽ മനസ്സ് സ്ഥിരീകരിച്ച് എല്ലായ്പ്പോഴും അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കും. ഈ അധ്യായത്തിലെ 8 മുതൽ 11 വരെ ശ്ലോകങ്ങൾ കൃഷ്ണാരാധനയെയും ഭക്തിയുത സേവനത്തെയും വിശദമായി വിവരിക്കുന്നുണ്ട്. അതാണ് ശുദ്ധമായ ഭക്തിയുത സേവനം. ഭഗവാനുമായി പരിപൂർണ ഭക്തിപൂർവകമായ സമ്പർക്കം നേടേണ്ടതെങ്ങനെയെന്ന് ഈ അധ്യായം നിർദ്ദേശിക്കുന്നു. കൃഷ്ണനിൽ നിന്നുള്ള ശിഷ്യപരമ്പരയിൽ ഉൾപ്പെട്ട ശ്രീ ബലദേവ വിദ്യാഭൂഷണൻ എന്ന മഹാചാര്യൻ ഈ അധ്യായത്തിനെഴുതിയ ഭാഷ്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. യച്ഛക്തിലേശാത് സൂര്യാദ്യാഭവന്ത്യുഗ്രതേജസഃ യദംശേന ത്രിതം വിശ്വം സകൃഷ്ണോ ദശമേർച്യതേ. കൃഷ്ണന്റെ മഹാവിഭൂതിയിൽ നിന്നാണ് സൂര്യന് പോലും ഉഗ്ര തേജസ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അംശം കൊണ്ടാണ് പ്രപഞ്ചം നിലനിന്നു പോരുന്നതും. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധ്യനാകുന്നു. വിഭൂതിയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 10-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.